വക്രദൃഷ്ടി തുടരുന്നു. രാഷ്ട്രീയം തൻ്റെ ജീവിതത്തിൽ അടഞ്ഞ അധ്യായമല്ലെന്ന് രജനീകാന്ത് സൂചിപ്പിച്ചതോടെ തമിഴകത്ത് പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതീക്ഷകൾക്ക് തിളക്കം ഏറിയിട്ടുണ്ട്. തമിഴകത്ത് താമര വിരിയിക്കാൻ രജനിയെ BJP മോഹിക്കുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. ജയലളിതയുടെ മരണവും കരുണാനിധിയുടെ പ്രായാധിക്യവും ദ്രാവിഡ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച ശൂന്യത നികത്താൻ രജനീകാന്തിന് മുന്നോട്ട് വരാവുന്നതാണ്. ആരാധകരെ അഭിസംബോധന ചെയ്തപ്പോൾ രാഷ്ട്രീയ പ്രവേശവും ആണ്ടവന് വിട്ടുകൊടുക്കുകയാണ് രജനീകാന്ത്. ஆமா, நீங்க என்ன கேங்ஸ்டரா நீங்க? இந்த உடம்பு நான் சுத்தமா வச்சுக்கணும், ஆரோக்கியமா வச்சுக்கணும், இதயத்தை தூய்மையா வச்சுக்கணும், அவ்வளவுதான். அந்த ஆண்டவன்ல நான் ஒரு கருவி, அந்த ஆண்டவன் பயன்படுத்திட்டு இருக்கான். இப்ப நடிகனா பயன்படுத்திட்டு இருக்கான், நடிகனா நடிச்சிட்டு இருக்கேன். நாளைக்கு என்னமா பயன்படுத்துறானோ. ഞാൻ കുരുക്കളെ കാണാമെന്ന് മറ്റൊന്നിനല്ല, ബാലുവിന് എനിക്ക് വേണം, അവൻ എന്റെ വരുതി കിട്ടണം. അതിനെന്താ വഴി? അവന്റെ സാമീപ്യത്തിന് വേണ്ടി, അവന്റെ ഒരു തലോടലിന് വേണ്ടി ആളുകൾ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് ബാലുവിനെ എങ്ങനെ അടർത്തിയെടുക്കാൻ സാധിക്കും? ഏത് എന്തിന്? അത് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ബാലുഭാഗ്യം എനിക്ക് മാത്രം അനുഭവിക്കാൻ അതിനെന്തെങ്കിലും ഒരു കുറുക്കു വഴി. പണ്ട് DMK TMC സഖ്യത്തെ രജനി പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. സഖ്യം തൂത്തുവാരുകയും ചെയ്തു. പിന്നീടും ദ്രാവിഡ പാർട്ടികൾ രജനിയുടെ പിന്തുണയെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും രജനി മനസ്സ് തുറന്നില്ല. ഇത്തരം പ്രചാരണങ്ങളിൽ കുടുങ്ങരുതെന്നാണ് രജനീകാന്തിൻ്റെ ആഹ്വാനം. രജനിയെ പ്രതി നെയ്ത തമിഴക രാഷ്ട്രീയ സ്വപ്നങ്ങൾ എല്ലാം വൃഥാവിലാവാനാണ് സാധ്യത. ഒരു വർഷத்துக்கு മുന്നാல ഒരു அரசியல் விபத்துன்னு சொல்லலாம். என்னுடைய மொழியில ஒரு ஆக்சிடென்ட் நடந்தது. കാലമാടന്മാരി വാതിൽ തല്ലി പൊളിക്കുന്നോ തോന്നുന്നത്. എല്ലാവരെയും ഞാൻ ഓടിക്കും. ബാലുട്ടാ വേണ്ട, ബാലുട്ടിന് ഇപ്പൊ കൈ കിട്ടി അവരൊക്കെ കൂടി കടിച്ചു കീറും. എന്തോ എവിടുന്നോ കേട്ട ഉടനെ ഓടി വന്നേക്കുക. ഒറ്റയടിക്ക് ഭാഗ്യവാന്മാരാവാൻ. நான் ஒரு கூட்டணிக்கு என்னுடைய ஆதரவு தெரிவிக்கிற ஒரு நிலைமை ஏற்பட்டுச்சு. அதுக்கு என்னை வாழ வைத்த தேவேந்திர தமிழ் மக்களும் நான் ஆதரிச்ச அந்த கூட்டணிக்கு ஒரு சப்போர்ட் பண்ணி அது ஜெயிக்கவும் வச்சாங்க. அப்போதிருந்து என்னுடைய பேர் அரசியலில் ஈடுபட்ட அரசியல் அடிபட ஆரம்பிச்சிடுச்சு. என்னுடைய ரசிகர்களையும் சில பேர் அரசியல்ல ரொம்ப ஆர்வமா ஈடுபட்டாங்க. இந்த 96 அந்த டயத்துல சில அரசியல்வாதிகள் அவங்கள பயன்படுத்திக்கிட்டாங்க, இவங்களும் அவங்கள பயன்படுத்திட்டாங்க. சில பேர் அதுல நிறைய பணம் கூட பார்த்துட்டாங்க ஆதாயத்துக்காக. சில பேர் ஆதாயத்துக்காக நான் சப்போர்ட் பண்ணிருக்கேன் அப்படின்னு சொல்லிட்டு அவங்க கிட்ட சொல்றது. அதுக்காக நான் ஒவ்வொரு எலெக்ஷன் வரும்போதும் என்னுடைய ஆதரவு யாருக்கும் இல்லை அப்படின்ற சூழ்நிலைக்கு நான் தள்ளப்படுறேன். நான் ஆதரவு யாருக்கும் கொடுக்கல, யாருக்கும் சப்போர்ட் பண்ண வேண்டாம், என் பேர் சொல்லி யாரும் வந்தா யாரும் இது பண்ண வேண்டாம் சொல்றதுக்காகத்தான் நான் சொல்றேன். யாரா அந்த கபாலி? வர சொல்ற அவன. தமிழ் படங்களை எங்க மறந்து வச்சுக்கிட்டு மீசை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பி யாரு கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி நிப்பானே அந்த மாதிரி கபாலி நினைச்சியாடா? கபாலிடா. വീണ്ടും ഒരു ഇടവേള. PC തോമസിന്റെ സമര പരീക്ഷണങ്ങൾ. പണ്ടേ വ്യത്യസ്ത സമരമാർഗങ്ങൾ അവലംബിക്കുന്നത് PC തോമസിൻ്റെ രീതിയാണ്. ശവപ്പെട്ടിയിൽ കയറി കിടന്നും റബ്ബർ ഷീറ്റ് ചുമന്നും റോഡിൽ ഉരുണ്ടും കർഷക സമരങ്ങൾ കുറേ നടത്തി. ഇപ്പോൾ നിലമ്പൂർ ശബരി റെയിൽവേ പാതയ്ക്കായി മനുഷ്യ റെയിൽ പണിതാണ് തോമസിൻ്റെ വ്യത്യസ്ത സമര പരീക്ഷണം. സമയം ഒരുപാടായി, ഇവരിതെവിടെ പോയി കിടക്കാം?
ചേട്ടാ അവരെ കാണുന്നില്ലല്ലോ. നമസ്കാരം നമസ്കാരം. പിന്നെ തല ഒന്നിന് 100 രൂപ വെച്ച് വേറെ തരണം. നിങ്ങൾ ജയിലിൽ സമയം വൈകി. എന്നാ നമുക്ക് മുദ്രാവാക്യം വിളി തുടങ്ങാം. തല വെക്കുന്നത് അവിടെയാണോ ഇവിടെയാണോ? ഇവിടെ. ഓ ആയിക്കോട്ടെ. ഭഗവാൻ. ആ മിസ്റ്റർ തരം, വൈകിട്ട് എന്താ കഴിച്ചത്? പരിപ്പും ഉരുളക്കിഴങ്ങും. റിസ്ക് എടുക്കണ്ട. അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് അദ്ദേഹം സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉടനടി മാറ്റാക്കണം. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിന്റെ കാതലേ. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.